ഹായ് സ്റ്റുഡൻസ്, നമ്മൾ കീം എൻട്രൻസ് എക്സാമുമായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് കുറച്ച് മാത്തമാറ്റിക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ചാപ്റ്ററുകൾ, അതായത് നമുക്ക് ഡിഫറൻഷ്യൽ കാൽക്കുലസ് എടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാത്ത പ്രധാനപ്പെട്ട ചാപ്റ്ററായിട്ട് ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി, അതേപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്, ഏതായാലും ചില ചാപ്റ്ററുകളിലെ കീമിന് നമുക്ക് ചോദിക്കാവുന്ന ഷുവർ ഷോട്ടുകളായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതിൻ്റെ തിയറിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളും നമുക്ക് പരിചയപ്പെടാം. അത് നന്നായിട്ട് ശ്രദ്ധിച്ച് നന്നായിട്ട് ചെയ്തു വരുന്നവർക്ക് തീർച്ചയായിട്ടും നമുക്ക് ഈ കീം എൻട്രൻസ് എക്സാമിന് നല്ലൊരു സ്കോറ് നമുക്ക് മാത്തമാറ്റിക്സിൽ മേടിക്കാൻ പറ്റും. നമുക്കറിയാലോ, മാത്തമാറ്റിക്സിൽ 75 ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് കീം എൻട്രൻസ് എക്സാമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത്. ഈ 75 ക്വസ്റ്റ്യൻസും വളരെ ഈസി ആയിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കിക്കളയാം. സാധാരണ ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഏകദേശം നമ്മുടെ കഴിഞ്ഞ ഓൺലൈൻ എക്സാംസിൽ വന്നിരിക്കുന്ന വെയിറ്റേജ് എന്ന് പറയുന്നത് ഒരു 9 ക്വസ്റ്റ്യൻസ് ഓളം അടുത്ത വെയിറ്റേജ് വന്നിട്ടുണ്ട്. ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി എല്ലാം കൂടെ ഒരു 9 ക്വസ്റ്റ്യൻസ് വെയിറ്റേജ് വന്നിട്ടുണ്ട്. അതായത് പല എക്സാംസ്, ഒരു 4-5 എക്സാംസ് നടന്നിരുന്നു, അതിൽ നിന്ന് ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ പറയുന്നതാണ്. അതേപോലെ തന്നെ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് ഒരു 4 ക്വസ്റ്റ്യൻസിൻ്റെ വെയിറ്റേജ് ഉണ്ടായിട്ടുണ്ട്. ലീനിയർ പ്രോഗ്രാമിംഗിന് ഒരു ക്വസ്റ്റ്യൻ ആണ്. ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ സിംപിളി ഒരു ചെറിയ ചാപ്റ്ററാണ്. നമുക്കറിയാം, ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് ലീനിയർ ഇൻഇക്വാളിറ്റിയുമായിട്ട് കണക്ട് ചെയ്ത് ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്നതിൻ്റെ ബാക്കിയായിട്ട് വരുന്നതാണ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഒരൊറ്റ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം എല്ലാ ചാപ്റ്ററിൻ്റെയും വെയിറ്റേജ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിനകത്ത് ചിന്തിച്ച് നോക്കാം. ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് നമുക്ക് ഇതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ്സ് ഒന്ന് പറഞ്ഞിട്ട് അതിനകത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി നമുക്ക് കീമിന് എങ്ങനെ നമുക്ക് ഇതിനകത്ത് പെട്ടെന്ന് കൂടുതൽ ഈ ചാപ്റ്ററിൽ നിന്ന് സ്കോർ ചെയ്യാൻ പറ്റും. ഫുൾ മാർക്കും നമുക്ക് ഈ 9 ക്വസ്റ്റ്യൻസും നമുക്ക് എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ ഈ 4 ക്വസ്റ്റ്യൻസ് ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്സിനകത്ത് എങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും. ലീനിയർ പ്രോഗ്രാമിംഗിൽ നിന്ന് കിട്ടാവുന്ന ആ ഒരു ക്വസ്റ്റ്യൻ വളരെ തെറ്റാതെ നമുക്ക് കറക്റ്റായിട്ട് റെഡിയാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കിക്കളയാം. ഓക്കെ, ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന ഈ ചാപ്റ്റർ, ഈ സെക്ഷനകത്ത് നമുക്ക് ലിമിറ്റ്സ് എന്ന് പറയുന്ന ഒരു കേസാണ്. നമുക്കത് ലിമിറ്റ് അല്ലേ, ലിമിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പരിധി അല്ലേ. ലിമിറ്റ് നമ്മൾ എക്സ് അപ്രോച്ചസ് ടു എ, പെട്ടെന്ന് നമ്മൾ ഓർക്കും, നമ്മൾ പറയുന്ന വേരിയബിളിനെ കണക്ട് ചെയ്തുകൊണ്ടാണ് നമ്മളൊരു പോയിന്റിലേക്ക് ലിമിറ്റ് ചെയ്യുന്നു അല്ലേ. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിൽ നിന്ന് എക്സ് അപ്രോച്ചസ് ടു എ എന്ന രീതിയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ രീതിയിൽ എക്സ് അപ്രോച്ചസ് ടു എ എന്ന് പറഞ്ഞാൽ ഉണ്ടോ, എക്സ് അപ്രോച്ചസ് ടു എ ഉണ്ടോ, എക്സ് അപ്രോച്ചസ് ടു എ അല്ലെ, എക്സ് അപ്രോച്ചസ് ടു എ, എക്സ് അപ്രോച്ചസ് ടു എ, എക്സ് എയിലേക്ക് അടുക്കുന്നു ഉണ്ടോ. എക്സ് അപ്രോച്ചസ് ടു എ മീൻസ് എക്സ് എയിലേക്ക് അടുക്കുന്നു. ആക്ച്വലി എക്സ് എയോട് ആവുന്നില്ല അല്ലെ, കറക്റ്റായിട്ട് ആവുന്നില്ല. അപ്പോൾ നമുക്കറിയാം 2 പാർട്ടായിട്ട് വരുന്നുണ്ട് അല്ലേ. നമുക്കറിയാം ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ് എന്ന് പറയും. ലെഫ്റ്റ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ലിമിറ്റ്, അതായത് എക്സ് ടേൺസ് ടു എ മൈനസ് എ, എന്നാൽ നമ്മൾ കണക്ട് ചെയ്ത് പറയുമ്പോൾ ലിമിറ്റ് എക്സ് ടേൺസ് ടു എ മൈനസ് എ. ഓക്കെ, ലിമിറ്റ് എക്സ് ടേൺസ് ടു എ മൈനസ് എ ഉണ്ടോ. സോ ദാറ്റ് ഈസ് എ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. അതേപോലെ തന്നെ നമുക്ക് പറയാം ലിമിറ്റ് എക്സ് ടേൺസ് ടു എ പ്ലസ്. സോ ദിസ് ഇസ് ആ റൈറ്റ് ഹാൻഡ് ലിമിറ്റ് അല്ലേ. അപ്പം ഒരു ഫംഗ്ഷനകത്താണ് ഇത് നമ്മൾ രണ്ടും അപ്ലൈ ചെയ്യുന്നത് അല്ലേ. ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് എന്ന് പറയും. അപ്പം ഈ ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റും റൈറ്റ് ഹാൻഡ് ലിമിറ്റും നമ്മൾ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും LHL ആൻഡ് സോ RHL ഉണ്ടോ. റൈറ്റ് ലെഫ്റ്റ് ഹാൻഡ് ലിമിറ്റ് ആൻഡ് റൈറ്റ് ഹാൻഡ് ലിമിറ്റ് ആർ ഈക്വൽ. സോ ദ ലിമിറ്റ് എക്സിസ്റ്റിംഗ് ഉണ്ടോ. ലിമിറ്റ് അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സിസ്റ്റ് ചെയ്തു എന്ന് പറയും അല്ലേ. അപ്പോൾ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണെങ്കിൽ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്തു എന്ന് പറയും. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ലിമിറ്റിന് വാല്യൂസ് കൊടുത്തിട്ട് ഒരു ഫംഗ്ഷനകത്ത് ഡയറക്റ്റ് വാല്യൂ കൊടുത്ത് നമുക്ക് ലിമിറ്റ് കണ്ടുപിടിക്കാം. ഇനി സപ്പോസ് ചില തിയറങ്ങളിൽ കൂടി നമുക്കിതൊന്ന് മോണിറ്റർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 1-2 ക്വസ്റ്റ്യൻസ് ആണ് ലിമിറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഫോർ എനി പോസിറ്റീവ് ഇൻറ്റീജർ എൻ ഒരു തിയറം അവിടെ പറയുന്നുണ്ട്. ഫോർ എനി പോസിറ്റീവ് ഇൻറ്റീജർ എൻ ലിമിറ്റ് എക്സ് ടേൺസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഉണ്ടോ. ലിമിറ്റ് എക്സ് ടേൺസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. സോ ഇതെന്ന് പറയുന്നത് എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് 1. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് തിയറം ഫോർ ലിമിറ്റ് കേട്ടോ. ഫസ്റ്റ് ഇയർ സിലബസ് അനുസരിച്ച് നമുക്കുള്ള ഒരു പ്രധാനപ്പെട്ട തിയറമാണ്. ഫോർ എനി പോസിറ്റീവ് ഇൻറ്റീജർ എൻ ലിമിറ്റ് എക്സ് ടേൺസ് ടു എ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് മൈനസ് എ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് എ. ഓക്കെ,
അത് നമുക്ക് ലിമിറ്റിംഗ് കേസിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. അപ്പോൾ അത് വെച്ച് നമുക്ക് പ്രോബ്ലം വന്നാൽ ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റണം. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു റിസൾട്ട് റൈറ്റ് കൊറോളറി ആയിട്ട് അല്ലെങ്കിൽ ഒരു റിമാർക്കായിട്ട് നമുക്ക് പറയാൻ പറ്റും. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ഉണ്ടോ, ഒരു നമുക്കൊരു കൊറോളറി ആയിട്ട് പറയുകയാണെങ്കിൽ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ ഉണ്ടോ, ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എം മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് എക്സ് റേസ് ടു എം ബൈ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ ആണെങ്കിൽ നമുക്കിതിനെ എം ബൈ എൻ ഇൻറ്റു എ റേസ് ടു എം മൈനസ് എൻ എന്ന് ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും കേട്ടോ. എം ബൈ എൻ ഇൻറ്റു എ റേസ് ടു എം മൈനസ് എൻ എന്നുള്ള രീതിയിലേക്ക് നമുക്കതിനെ കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അത് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ്. ലിമിറ്റിൻ്റെ കേസിൽ നമ്മളൊന്ന് ഓർത്തിരിക്കണം. അതേപോലെ തന്നെ ലിമിറ്റ് യൂസിങ് ദ ട്രിഗ്നോമെട്രിക് ലിമിറ്റ്സ്, ചില ട്രിഗ്നോമെട്രിക് റിസൾട്ട്സുകൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ സപ്പോസ് റിസൾട്ട് നമുക്ക് നോക്കിക്കളയാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എപ്പോഴും 1 ആയിരിക്കും. ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 സൈൻ എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ വാല്യൂ 1 ആണ്. അതേപോലെ തന്നെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 1 മൈനസ് കോസ് എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 0. ദ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ എക്സ് ബൈ എക്സ് ഇസ് ഈക്വൽ ടു 1. ഒട്ടനവധി ഫോർമുലാസ് വേറെ നമുക്കുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. നമ്മൾക്ക് അതായത് ഷോർട്ടഡ് ആയിട്ടുള്ള ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് മാത്രം നമ്മൾ ഓർത്ത് വെക്കുക. അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എക്സ് എന്ന് പറഞ്ഞാൽ 1 ആണ്. എക്സ് ടെൻസ് ടു എ ടാൻ ഇൻവേഴ്സ് എക്സ് ബൈ എക്സ് 1 ആണ്. അതുപോലെ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 അല്ലേ സൈൻ ഇൻവേഴ്സ് എക്സ് ബൈ എക്സ് 1 ആണ്. തിരിച്ചു പറഞ്ഞാലും അത് 1 ആണ്. അപ്പോൾ അങ്ങനെയുള്ള പോയിന്റ്സ് ഒക്കെ നമ്മൾ നോട്ട് ഔട്ട് ചെയ്യുക. സോ ദ ഇമ്പോർട്ടൻറ്റ് തിയറം ഈസ് ഫോർ എനി പോസിറ്റീവ് ഇൻറ്റിജർ എൻ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എം മൈനസ് എ റേസ് ടു എൻ ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ ഇസ് ഈക്വൽ ടു എൻ ഇൻറ്റു എ റേസ് ടു എൻ മൈനസ് എൻ. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് പറയാവുന്ന ഒരു റിസൾട്ടാണ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എം മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് റേസ് ടു എൻ മൈനസ് എ റേസ് ടു എൻ അല്ലേ. അപ്പോൾ അത് കുറച്ചുകൂടെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് നമുക്ക് സിമ്പിളായിട്ട് നമുക്കതിനെ കണക്ട് ചെയ്യാൻ പറ്റും. അത് ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ഒരു ഫോമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഏതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്നതാണ്? ഈ പറയുന്നത് നമ്മൾ കണ്ട റിസൾട്ടുമായിട്ട്, അതായത് ഇതുമായിട്ട് കണക്ട് ചെയ്യുന്നതാണ്. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എക്സ് റേസ് ടു എം മൈനസ് എ റേസ് ടു എൻ ബൈ എക്സ് റേസ് ടു n minus a raised to n, x raised to m minus a raised to m by x raised to n minus a raised to n. So that is equal to m by n into a raised to m minus n. So that is the result. Okay. നമുക്കെന്നാൽ അതിന് അടുത്ത് നോക്കാം. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത്? കണ്ടിന്യൂറ്റി. സോ എഫ് ഓഫ് എക്സ് ഇസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ആ പോയിന്റിലും അത് ഈക്വൽ ആയിരിക്കണം. സോ ദ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എഫ് ഓഫ് എക്സ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ ഉണ്ടോ. അവിടെ നമുക്ക് എക്സ് ഇസ് ഈക്വൽ ടു എയിൽ ആ ഫംഗ്ഷൻ എന്താണെന്ന് പറയാൻ പറ്റും? കണ്ടിന്യൂസ് ആണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇവിടെ നോക്കുക, കണ്ടിന്യൂറ്റി മീൻസ് എഫ് ഓഫ് എക്സ് ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു എ implies limit x tends to a f of x is equal to f of a. And again limit x tends to a plus f of x is equal to limit x tends to a minus f of x is equal to f of a. So these three cases are equal. The function f of x is continuous at x is equal to a. കേട്ടോ, അപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് ലിമിറ്റിലും റൈറ്റ് ലിമിറ്റിലും ആ പോയിന്റിലും ആ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആയിരിക്കണം. ആ ഫംഗ്ഷൻ ഈക്വൽ ആയിരിക്കണം. ഈക്വൽ ആണെങ്കിൽ മേ ബി അത് എന്തായിട്ട് മാറാൻ പറ്റും? കണ്ടിന്യൂസ് എന്ന രീതിയിലേക്ക് നമുക്ക് പറയാൻ പറ്റും. അപ്പം എ ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് വിച്ച് implies that limit x tends to a f of x is equal to limit x tends to a minus f of x is equal to limit x tends to a plus f of x. So the function f of x is continuous. അതായത് മൂന്ന് കേസിലും ഈക്വൽ ആയിട്ടുണ്ടെങ്കിൽ ആ ഫംഗ്ഷൻ എന്തെന്ന് പറയാം? കണ്ടിന്യൂസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, സി നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഇപ്പോൾ നമ്മൾ ലിമിറ്റ് കണ്ടു, കണ്ടിന്യൂറ്റി കണ്ടു അല്ലേ, ആ പോയിന്റ്സ് നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ അതിനകത്തെ ആ പ്രത്യേകത അനുസരിച്ച് ദ വാല്യൂ ഓഫ് ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 x raised to 5 x tends to 3 minus 3 x raised to 5 minus 3 raised to 5 divided by x raised to 8 minus 3 raised to 8 അല്ലേ, x raised to 3 ലിമിറ്റ് x tends to 3 എന്ന് വരും. ലിമിറ്റ് x tends to 3 അത് പ്രത്യേകം നമ്മളൊന്ന് നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. ലിമിറ്റ് x tends to 3 x raised to 5 minus 3 raised to 5 divided by x raised to 8 minus 3 raised to 8. ഓക്കെ,
അപ്പോൾ ഇതനുസരിച്ച് നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ കണ്ട കേസ് അനുസരിച്ച് നമുക്ക് പറയാൻ പറ്റുമല്ലോ, ഒന്നെങ്കിൽ നമ്മുടെ ആദ്യത്തെ തീറം അനുസരിച്ച് നമുക്കിതിനെ കണക്ട് ചെയ്യാം. ലിമിറ്റ് ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. x → 3 x⁵ മൈനസ് 3⁵ ഡിവൈഡഡ് ബൈ x - 3 എന്ന് കൊടുക്കാം. ദ ഹോൾ ഡിവൈഡഡ് ബൈ ലിമിറ്റ് x → 3 x⁸ മൈനസ് 3⁸ ഡിവൈഡഡ് ബൈ x - 3 എന്ന് കൊടുക്കാം. ഉണ്ടോ? രണ്ട് രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയെങ്കിൽ ഇതിനെ നമുക്കിങ്ങനെ പറയാലോ, നമ്മുടെ റിസൾട്ട് അനുസരിച്ച് x⁻n മൈനസ് a⁻n ബൈ x - a എന്ന് പറഞ്ഞാൽ n × a⁻n - 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 5 × a⁻3⁵ 5 - 1 ഉണ്ടോ? n × a⁻n - 1 5 - 1 ഡിവൈഡഡ് ബൈ അടുത്ത കേസ് എടുക്കുമ്പോഴത്തേക്കും ഉണ്ടോ x⁸ മൈനസ് 3⁸ ആണ്. അപ്പോൾ എന്ത് എടുക്കാം? അവിടെ n × a⁻n - 1 ആണെങ്കിൽ 8 × 3⁻n - 1 8 - 1 ഉണ്ടോ? 8 - 1 സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 × 3⁴ 5 - 1 4 ഡിവൈഡഡ് ബൈ 8 × 3⁷ ഉണ്ടോ? 3⁷. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാൻ പറ്റും? 5/8 × 3⁻4/3⁷ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3⁻3 ആണ്. എങ്ങനെ വരും? 1/3⁻³ -3 ഉണ്ടോ? 3⁻³ എന്ന് വന്നു. കാരണം 8 - 1 ഇത് 3⁵ - 1 ഇത് 8 - 1. അപ്പോൾ 3⁵ 3⁷ ആകുമ്പോൾ ഇവിടെ 4 ആണ്, ഇവിടെ 3 ആണ്. അപ്പോൾ ഇവിടെ 3 വരും ഉണ്ടോ? 1/3⁵3 4ഉം 3ഉം ഇത് കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇവിടെ 3 വരും. 1/3⁵3 സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 8 × 27 ഉണ്ടോ? സോ ദാറ്റ് മീൻസ് 5/1 216 കിട്ടും. 5 ഡിവൈഡ് ബൈ 216 5 ഡിവൈഡ് ബൈ 216. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഉണ്ടോ? ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് വൺ. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി 5 ഡിവൈഡ് ബൈ 216 എന്ന് കിട്ടും. അപ്പോൾ ഏത് ഫോമാണ് നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത്? സോ വി ക്യാൻ യൂസ് ദിസ് റിസൾട്ട് ലിമിറ്റ് x → a x⁻n മൈനസ് a⁻n ബൈ x - a is equal to n × a⁻n - 1 ആ ഷോർട്ട് ഫോം, ആ ഫോം ഉപയോഗിച്ചു. ഇനി ഇതല്ല എങ്കിൽ അത് കഴിഞ്ഞ് ഞാനൊരു റിസൾട്ട് പറഞ്ഞിരുന്നല്ലോ. ആ റിസൾട്ട് എന്തായിരുന്നു? ലിമിറ്റ് x → a x⁻m മൈനസ് a⁻m ഡിവൈഡഡ് ബൈ x⁻n മൈനസ് a⁻n എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് m/n × a⁻m - 1 എന്ന് എഴുതാമെന്ന് പറഞ്ഞിരുന്നു അല്ലേ? അത് വേണമെങ്കിൽ ഇവിടെ യൂസ് ചെയ്യാമായിരുന്നല്ലോ അല്ലേ? അപ്പോൾ ഇതിനെ വേണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇതിനെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതാമായിരുന്നു? 5/8 കണ്ടോ ഇൻറ്റു 3⁵ - 8 സോ ദിസ് റിസൾട്ട് കണ്ടോ നമ്മൾ പഠിച്ച പ്രീവിയസ് റിസൾട്ടാണ്. ഒറ്റയടിക്ക് നമുക്കതിനെ പറയാൻ പറ്റും. ഷോർട്ടഡ് ആയിട്ട് നമുക്കതിനെ ഇതുണ്ട് ഇങ്ങനെ എഴുതി വരുന്നതിന് പകരം നമുക്ക് വളരെ ഷോർട്ടായിട്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാം. അപ്പോൾ സോ ദാറ്റ് മീൻസ് 5/8 × 3⁻³ ഉണ്ടോ? അത് ഡിനോമിനേറ്ററി വരുമ്പം സോ വി ഗെറ്റ് ഡിനോമിനേറ്ററി വരുമ്പോൾ 5/8 × 1/3⁵3 സോ 5/216 എന്ന് വരും കണ്ടോ? 5 ഡിവൈഡ് ബൈ 216 എന്ന് കിട്ടും. പറഞ്ഞത് മനസ്സിലായോ? ആ ഷോർട്ടഡ് കേസ് എന്ന് പറയുന്നത്. അപ്പോൾ വളരെ വ്യക്തതയോടെ പെട്ടെന്ന് നമുക്കതിനെ കണ്ടുപിടിക്കാനായിട്ട് പറ്റി. അപ്പം നമ്മൾ ആ ഒരു പോയിന്റ് നമ്മളെപ്പോഴും ഓർത്ത് വെക്കുക. നമ്മൾ പറയുന്ന ഷോർട്ട് കട്ട് ഫോംസും നമ്മൾ മനസ്സിലാക്കി വെച്ച് വേണം എപ്പോഴും പ്രോബ്ലം സോൾവ് ചെയ്ത് പോകാനായിട്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ട ആ ഷോർട്ടഡ് കേസ് ഞാൻ ഒന്നുകൂടെ പറഞ്ഞു തരാം. ഓർ നമ്മൾ പഠിച്ചു x⁻m മൈനസ് കണ്ടോ ഈ ഒരു ഫോമാണ്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 5/8 × 3⁵ - 8 so that is equal to 5/8 × 3⁻³ so that means 3⁻³ that is equal to 5/8 × 1/3³ so that is 5/216 ഉണ്ടോ? that is the answer 5/316 എന്ന് കിട്ടും. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കതിൻ്റെ ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റി. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാം. അടുത്തൊരു പ്രോബ്ലത്തിലേക്ക് വരാം. അതായത് സാധാരണ രീതിയിൽ ഇനി നമുക്ക് വരാവുന്ന ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ നമുക്ക് കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യാൻ ഒരു ക്വസ്റ്റിനിൽ നിന്ന് വരാവുന്നതാണ്. കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ ഈ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ax + 3 x < ≤ 2 ഉണ്ടോ? ax + 3 x < ≤ 2 a² x - 1 x > 2 the value of a for which f is continuous for all x ഉണ്ടോ? നമുക്ക് വാല്യൂ ഓഫ് എയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം ലെഫ്റ്റ് ലിമിറ്റും റൈറ്റ് ലിമിറ്റും ഈക്വൽ ആണ് എങ്കിൽ കണ്ടിന്യൂസ് ആണ്, പോയിന്റിലും കണ്ടിന്യൂസ് ആണ് നമ്മൾ തിയറി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല. എക്സിന് 2 കൊടുത്താൽ 2a + 3 is equal to 2a² - 1 ആണ് ഉണ്ടോ? അതായത് ലെഫ്റ്റ് എന്ന് പറയുന്ന കേസ് ഇവിടെ x + 3 റൈറ്റ് എന്ന് പറയുന്ന കേസ് ഇവിടെ a² x - 1 അപ്പോൾ 2a + 3 is equal to 2a² - 1 ആണ് അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതിനെ രണ്ടിനെയും കൂടെ അപ്പുറത്തോട്ട് കൊണ്ടുപോകാൻ ഇത് വരുമല്ലോ
2a² minus 2a minus 3 minus 1 equal to 0. So we get 2a² minus 2a minus 4 equal to 0. ഇവിടെ നമുക്ക് 2h എല്ലാത്തിനെയും കട്ട് ചെയ്യുകയാണെങ്കിൽ a² minus a minus 2 equal to 0 ഉണ്ടോ. a² minus a minus 2a ഉണ്ടോ, അത് നമുക്ക് പ്രത്യേകം എടുക്കാൻ പറ്റുമല്ലോ. 2h കട്ട് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് എടുക്കുമ്പോൾ -2, സം എടുക്കുമ്പോൾ -1. അപ്പോൾ സോ ദാറ്റ് ഈസ് a minus 2 into a plus 1 equal to 0. ഫാക്ടർ ആക്കി ഉണ്ടോ. a minus 2 into a plus 1 equal to 0. So if we put implies that a minus 2 equal to 0, so a is equal to 2 ഉണ്ടോ. അതുപോലെ തന്നെ a plus 1 equal to 0, a is equal to -1. അപ്പം 2 പോസിബിൾ വാല്യൂസ് ഓഫ് എക്ക് നമുക്ക് -1ഉം 2 കിട്ടും. അപ്പം -1 and 2 ഇസ് a കേട്ടോ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഉണ്ടോ. അപ്പോൾ ഓപ്ഷൻ സി നമുക്ക് കറക്റ്റ് ആൻസർ ആക്കി പറയാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്തുകൊണ്ട് കണ്ടിന്യൂസ് ആണെന്ന് പറഞ്ഞാൽ കെയുടെ വാല്യൂ കാണുക, എയുടെ വാല്യൂ കാണുക എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് സാധാരണ രീതിയിൽ കീം എൻട്രൻസ് എക്സാമിന് എപ്പോഴും കാണുന്ന ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, നെക്സ്റ്റ് വൺ ഡിഫറൻഷ്യബിലിറ്റി. അതായത് ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നൊരു പാർട്ടാണ് അടുത്തത് വരുന്നത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഡെറിവേറ്റീവ്സ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ ആണ്. ഡെറിവേറ്റീവ്സ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ എന്താണ്? ഡെറിവേറ്റീവ്സ് ഓഫ് കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ പ്രത്യേകത, ദാറ്റ് മീൻസ് കോമ്പോസിറ്റ് മീൻസ് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ കേട്ടോ. കോമ്പോസിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ആണ്. അതായത് ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതിനെയാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കോമ്പോസിറ്റ് ഫംഗ്ഷനെ ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. സോ വി ക്യാൻ അതർ നെയിം ഈസ് ചെയിൻ റൂൾ കേട്ടോ. അതിന് നമ്മൾ ചെയിൻ റൂൾ എന്നും സാധാരണ രീതിയിൽ പറയുന്നുണ്ട്. ഇവിടെ നമുക്കറിയാം y is equal to f കോമ്പോസിഷൻ g ഉണ്ടോ. f കോമ്പോസിഷൻ g ഓഫ് x എന്ന് എടുത്തു, ഒരു കോമ്പോസിറ്റ് ഫംഗ്ഷനാണ്. ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ dy/dx is equal to മൊത്തം f dash of g of x ഇൻറ്റു g dash of x എന്നെടുത്തു കേട്ടോ. ആ മൊത്തം ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക, എന്നിട്ട് അതിൻ്റെ കൂടെ വന്നിരിക്കുന്ന ഫംഗ്ഷൻ ഏതാണോ അതിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക. സോ വി ക്യാൻ അപ്ലൈ ദാറ്റ് ഈസ് ആൻ എ കോമ്പോസിറ്റ് ഫംഗ്ഷൻ കേട്ടോ. അതിനെ നമുക്ക് എന്ത് പറയാം? ചെയിൻ റൂൾ. അങ്ങനെ അപ്ലൈ ചെയ്യുന്നതിന് നമുക്ക് ചെയിൻ റൂൾ എന്ന് പറയാം. ഇതൊരു കോമ്പോസിറ്റ് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് ആണ്. അടുത്തത് ഡെറിവേറ്റീവ്സ് ഓഫ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. എന്താണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ? ഈ ഡിഫറൻസിയേഷനകത്തുള്ള ഒരു അടുത്ത പോയിന്റ് ആണ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ മീൻസ് എക്സ് ആൻഡ് വൈ അലോൺ ഫംഗ്ഷൻസ് ആർ കോൾഡ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഉണ്ടോ. എക്സ് ആൻഡ് വൈ അലോൺ ഫംഗ്ഷൻസ് ആർ കോൾഡ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. അതിൻ്റെ ഒരു പ്രത്യേകത ഇവിടെ കൊടുത്തിട്ടുണ്ട്. എക്സും വൈയും ഫംഗ്ഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ടോ. എക്സിലും വൈയിലുമുള്ള ഫംഗ്ഷൻസിനെയാണ് നമ്മൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യണം? ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡിഫറൻഷിയേറ്റ് ചെയ്തതിന് ശേഷം dy/dx ഉള്ളതെല്ലാം ഒരു സൈഡിലാക്കി ബാക്കിയുള്ളതെല്ലാം അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ട് നമുക്കതിനെ ഗ്രൂപ്പ് ചെയ്തുകൊണ്ട് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. സോ ദ നെക്സ്റ്റ് വൺ ഈസ് ഡിഫറൻസിയേഷൻ ഓഫ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ്. വി ക്യാൻ യൂസ് ദ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് റിസൾട്ട്സ് ഓർ ട്രിഗ്നോമെട്രിക് റിസൾട്ട്സ് ഉണ്ടോ. ഇവിടെ നമ്മളൊരു ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെയും ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം അല്ലേ. അത് തന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ ഫോർമുലാസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ സം ഫോർമുലാസ് ആൻഡ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് ഫോർമുലാസ് ഒക്കെ നന്നായിട്ട് നമ്മൾ അറിഞ്ഞു വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് എടുക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇൻവേഴ്സ് ഫംഗ്ഷൻ സൈൻ ഇൻവേഴ്സ് എക്സ്, കോസ് ഇൻവേഴ്സ് എക്സ്, ടാൻ ഇൻവേഴ്സ് എക്സ്, കൊസീക്ക് ഇൻവേഴ്സ് എക്സ്, സീക്ക് ഇൻവേഴ്സ് എക്സ്, ഇതിൻ്റെയൊക്കെ ഡയറക്റ്റ് റിസൾട്ടുകൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ടാൻ ഇൻവേഴ്സ് ഓഫ് സം ഫംഗ്ഷൻ തന്നു കഴിഞ്ഞാൽ ആ ഫംഗ്ഷൻ സൂറ്റബിൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്ത് നമ്മൾ ഇൻവേഴ്സിൻ്റെ ഫോമിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ് ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട പോയിന്റ്സുകളാണ്. ഇതൊക്കെ വെച്ചുകൊണ്ടാണ് അങ്ങനെയുള്ള ഫംഗ്ഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത കേസ് എന്ന് പറയുന്നത് എക്സ്പൊണൻഷ്യൽ ആൻഡ് ലോഗരിതമിക് ഫംഗ്ഷൻസ്. ഈ എക്സ്പൊണൻഷ്യൽ ആൻഡ് ലോഗരിതമിക് ഫംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻസ് ഉണ്ടല്ലോ, ഈ തന്നിരിക്കുന്ന ഫംഗ്ഷൻസിനെ നമുക്ക് പവർ ഫോം, അതായത് ഇപ്പോൾ സപ്പോസ് y is equal to u raised to v ഫോം ഉണ്ടോ, where u and v are functions of x. ഇങ്ങനെ പവർ ഫോം എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ എക്സ്പൊണൻഷ്യൽ ഫോം ഇ പവർ ഓഫ് എക്സ് അല്ലേ, എക്സ്പൊണൻഷ്യൽ ഫോമിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ഓർക്കേണ്ടത് ലോഗരിതമിക് ആണെങ്കിൽ ടേക്ക് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ് കൊടുത്തുകൊണ്ട് അപ്പോൾ ഇംപ്ലിസിറ്റ് ഫംഗ്ഷനിലേക്ക് മാറും, ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു, കണ്ടുപിടിക്കുന്നു. നെക്സ്റ്റ് ഫോം ഈസ് പാരാമെട്രിക് ഇക്വേഷൻസ്. ഒരു പാരാമെട്രിക് ഫംഗ്ഷൻസ് എങ്ങനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യും? അതായത് പാരാമെട്രിക് എന്ന് പറഞ്ഞാൽ തന്നെ അനദർ വേരിയബിൾ അല്ലേ. ഇപ്പം നമ്മൾ എക്സ് എന്നുള്ള വേരിയബിൾ ആണ് ഉപയോഗിക്കുന്നത്, അതിന് പകരം നിങ്ങൾക്ക് ടിയിലോ തീറ്റായിലോ അതുപോലെ സം അനദർ വേരിയബിൾ ഏത് വേരിയബിളിൽ തന്നാലും സോ ഇറ്റ് ഈസ് എ പാരാമെട്രിക് അല്ലേ. പാരാമെട്രിക് എന്ന് പറയും. ഒരു പാരാമെട്രിക് കേസ് സപ്പോസ് ഇപ്പം y is equal to f of t and x is equal to g of t. So what is dy by dx?
സം ഡി വൈ ബൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു എന്താണ് ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി ഉണ്ടോ ഡി വൈ ബൈ ഡി ടി ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി ഇസ് ഡി വൈ ബൈ ഡി എക്സ്. അപ്പോൾ രണ്ടിനെ സെപ്പറേറ്റ് ഡെറിവേറ്റീവ് എടുത്ത് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഡി വൈ ബൈ ഡി എക്സ് വിത്ത് റെസ്പെക്ട് ടു പാരാമീറ്റർ ടി ആണെങ്കിൽ ഡി വൈ ബൈ ഡി ടി ബൈ ഡി എക്സ് ബൈ ഡി ടി എടുക്കണം. കാരണം എക്സിലും വൈയിലും ഫംഗ്ഷൻസ് സെപ്പറേറ്റ് തന്നിരിക്കും. അപ്പോൾ നമ്മളവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുന്നു. അതൊക്കെ നമ്മൾ ഓർത്ത് വെക്കണം. ദെൻ ഡിഫറൻസിയേഷൻ ഓഫ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ്. എന്താണ് ഡിഫറൻസിയേഷൻ ഓഫ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഓർഡർ ഡിഫറൻസിയേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ്. സോ ദിസ് ഈസ് ഡി വൈ ബൈ ഡി എക്സ് കേട്ടോ. അതിനെ വി ക്യാൻ സേ ദാറ്റ് എഫ് ഡാഷ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യാം, y1 എന്നൊക്കെ ഡിനോട്ട് ചെയ്യാം, അതേപോലെ തന്നെ y ഡാഷ് എന്ന് പറയാൻ പറ്റും. അതാണ് ഡിഫറൻസിയേഷൻ ഓഫ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സിലെ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഡി വൈ ബൈ ഡി എക്സ് ഡയറക്റ്റ് ആയി ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സോ അഗെയിൻ ദ സെക്കൻഡ് ഓർഡർ മീൻസ് സെക്കൻഡ് ഡെറിവേറ്റീവ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് ആണ് ഉണ്ടോ. ഡി ബൈ ഡി എക്സ് ഓഫ് ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്നതാണ് സെക്കൻഡ് ഡെറിവേറ്റീവ്. അതായത് ഫസ്റ്റ് ഡെറിവേറ്റീവിനെ ഒരു ടൈമും കൂടെ എക്സ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. സോ ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് എഫ് ടു ഡാഷ് എക്സ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ആസ് എഫ് ടു ഡാഷ് എക്സ്. സോ ഓൾസോ ഡിനോട്ടഡ് ആസ് വൈ ടു ആൻഡ് ഓൾസോ വൈ ടു ഡാഷ് ഉണ്ടോ, വൈ ടു ഡാഷ്. അപ്പം വൈ ടു ഡാഷ് എന്നൊക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പം എഫ് ടു ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ. That means d by dx of dy by dx. So it is called a second derivative കേട്ടോ. അതിനെ നമുക്ക് എന്ത് പറയാൻ പറ്റും, സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് നമുക്ക് ഈസി ആയിട്ട് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയെങ്കിൽ നമ്മൾ കണ്ടു ഈ ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യബിലിറ്റി എന്ന് പറയുന്ന സെക്ഷനിൽ വരുന്ന ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്ന പാർട്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ നമ്മൾ കണ്ടു. ഫസ്റ്റ് വൺ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ ഓർ ചെയിൻ റൂൾ. Second one, implicit function. Then derivative of inverse trigonometry functions, derivatives of exponential and logarithmic functions, and also the derivatives of parametric form. Parametric formil നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ ഡെറിവേറ്റീവ് എങ്ങനെ കണ്ടുപിടിക്കും, ആൻഡ് ഡിഫറൻസിയേഷൻ ഓഫ് ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ച് അതിൻ്റെ ഫോർമുലാസ് ഓർത്ത് വെച്ചാൽ ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് നോക്കാം വന്നിട്ടുള്ള നമ്മുടെ 1-2 പ്രോബ്ലംസ് ഒക്കെ ഇതേ രീതിയിൽ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കിക്കളയാം. Listen, if y is equal to 5 raised to tan x, then dy by dx at x is equal to pi by 4. കണ്ടോ, y is equal to 5 raised to tan x, then dy by dx at x is equal to pi by 4 is equal to. എങ്ങനെ നമുക്ക് ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റും നോക്കാം. y equal to 5 raised to tan x, so it is a function of a function. അതായത് നമുക്കറിയാം a raised to x എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ്റെ രീതിയിലാണ് ഇത് കിടക്കുന്നത്. അപ്പോൾ a raised to xൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം d by dx of a raised to x is equal to എന്ന് പറഞ്ഞാൽ a raised to x into log a എന്നാണ് കേട്ടോ. a raised to x into log a. അപ്പോൾ എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ a raised to x into log a എന്ന് നമുക്ക് ധൈര്യമായിട്ടും പറയാൻ പറ്റും a raised to x ഡെറിവേറ്റീവ്. അതേ ഒരു ഫോമിലാണ് ഇവിടെ y equal to 5 raised to tan x കിടക്കുന്നത്. സോ വാട്ട് ഈസ് ഇറ്റ്സ് ഡെറിവേറ്റീവ് നമുക്ക് നോക്കാം. dy by dx is equal to 5 raised to tan x into log 5 into tan x എന്ന് ഇവിടെ ഉണ്ട്. കാരണം ഇറ്റ് ഇസ് എ ചെയിൻ റൂൾ, ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ, ഇറ്റ് ഇസ് എ കോമ്പോസിറ്റ് ഫംഗ്ഷൻ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്തിൻ്റെ ഡെറിവേറ്റീവ് കൂടി എടുക്കണം, tan എക്സിൻ്റെ ഡെറിവേറ്റീവ് കൂടി എടുക്കണം. എന്താണ് tan എക്സിൻ്റെ ഡെറിവേറ്റീവ്, sec സ്ക്വയർ എക്സ് ഉണ്ടോ. tan എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്, sec സ്ക്വയർ എക്സ്. ഓക്കെ, അപ്പോൾ dy by dx is equal to 5 raised to tan x into log 5 into sec സ്ക്വയർ എക്സ് at x is equal to pi by 4 കണ്ടോ. ഇവിടെ പറയുന്നുണ്ട് at x is equal to pi by 4. അപ്പോൾ dy by dx at x is equal to pi by 4 ആണ്. അപ്പോൾ എക്സിന് നമ്മൾ pi by 4 കൊടുത്തെങ്കിൽ നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും 5 raised to tan pi by 4 into log 5 into sec സ്ക്വയർ pi by 4 ഉണ്ടോ, into sec സ്ക്വയർ pi by 4 എന്ന് എടുത്തു. അപ്പോൾ ഇവിടെ that is equal to 5 raised to tan pi by 4 1 ആണ്. അപ്പോൾ 5 into log 5 into then sec സ്ക്വയർ pi by 4. നമുക്കറിയാം പെട്ടെന്ന് നമ്മൾ ഓർക്കുമ്പോൾ cos pi by 4 cos 45 1 by root 2. അപ്പോൾ കോസിൻ്റെ റെസിപ്രോക്കലാണ് sec 45 അല്ലെ sec pi by 4 root 2 ആണ്. അതിൻ്റെ സ്ക്വയർ ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ദാറ്റ് മീൻസ് root 2 സ്ക്വയർ എന്ന് എടുക്കണം. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 into log 5 into 2. root 2 സ്ക്വയർ is 2. അപ്പോൾ root 2 സ്ക്വയർ 2 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, root 2 സ്ക്വയർ is 2 അല്ലേ. root 2 സ്ക്വയർ 2 ആണ്. 5 into log 5 into 2 then 10 log 5 എന്ന് കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 log 5.
10 log 5. So option A is the correct answer. കേട്ടോ 10 log 5. That is option A is the correct answer. കേട്ടോ അപ്പോൾ ഇവിടെ നമ്മൾ ചെയിൻ റൂൾ ആണ് അപ്ലൈ ചെയ്തത്. ഫംഗ്ഷൻ ഓഫ് എ ഫംഗ്ഷൻ എന്നുള്ള ആ കേസ് നമ്മളിവിടെ അപ്ലൈ ചെയ്തു. See the next question. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് വരാം. If y raised to x is equal to 2 raised to x, then dy by dx is equal to what? നാം പറഞ്ഞല്ലോ ഇവിടെ നമുക്കറിയാം ഇവിടെ പവർ ഫോം ആണ് എക്സിസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ, പവർ ഫോം ആണ് എക്സിസ്റ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ പവർ ഫോം എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വി ക്യാൻ അപ്ലൈ ദ ലോഗരിതമിക് റൂൾ. ഉണ്ടോ, ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത് എന്താണ്? ലോഗരിതമിക് ഡിഫറൻസിയേഷൻ ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അതായത് ഇഫ് y raised to x is equal to 2 raised to x, ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ്. കേട്ടോ, രണ്ട് സൈഡിലും ലോഗ് നമ്മൾ അപ്ലൈ ചെയ്യണം. കാരണം രണ്ടും പവർ ഫോം ആണ് എക്സിസ്റ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ എങ്ങനെ എടുക്കാൻ പറ്റും? ലോഗ് ഓഫ് y raised to x ഉണ്ടോ, ലോഗ് ഓഫ് y raised to x is equal to ലോഗ് ഓഫ് 2 raised to x ഉണ്ടോ. സോ ദാറ്റ് ഈസ് സിംപ്ലൈസ് ദാറ്റ് ഇവിടെ നമുക്ക് പറയാൻ പറ്റും ലോഗിൻ്റെ പ്രോപ്പർട്ടി അനുസരിച്ച് എക്സ് ലോഗ് വൈ ഈക്വൽ ടു എക്സ് ലോഗ് 2. സോ ഇറ്റ് ഈസ് ബിക്കം ആൻ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ. ഇതെന്തായിട്ട് മാറി? ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആയിട്ട് മാറി അല്ലേ. അങ്ങനെ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആയിട്ട് മാറുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ പറ്റും ഇതിനെ ടേക്കിംഗ് ഡിഫറൻഷിയേറ്റിംഗ് ഓൺ ബോത്ത് സൈഡ്സ്. രണ്ട് സൈഡിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ വി ക്യാൻ അപ്ലൈങ് ദ പ്രോഡക്റ്റ് റൂൾ ഓൺ ലെഫ്റ്റ് സൈഡ്. കണ്ടോ, നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിൽ എന്താ അപ്ലൈ ചെയ്യണം? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അതിൻ്റെ കാരണം എന്താ? പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻ ആണ് അല്ലേ, പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻ ആണ്. എന്താണ് പ്രോഡക്റ്റ് റൂൾ പറയുന്നത്? പ്രോഡക്റ്റ് ഓഫ് 2 ഫംഗ്ഷൻസ്, ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. സോ ഇറ്റ് ഈസ് പ്രോഡക്റ്റ് റൂൾ അല്ലേ. പ്രോഡക്റ്റ് റൂൾ ആണെങ്കിൽ ഇത് പറയാം ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ്, ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് 1/y വിത്ത് റെസ്പെക്ട് ടു y കിടക്കുന്നതുകൊണ്ട് y ആയതുകൊണ്ട് ഇൻറ്റു dy ബൈ dx. ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഉണ്ടോ ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്, എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 ആവും, ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു ലോഗ് 2. ഇപ്പോൾ ലോഗ് 2 ഇസ് എ കോൺസ്റ്റൻറ്റ്, ദെൻ എക്സ് ഡെറിവേറ്റീവ് ഇസ് 1, ദെൻ 1 ഇൻറ്റു ലോഗ് 2, ദാറ്റ് മീൻസ് ലോഗ് 2 ഉണ്ടോ, ലോഗ് 2 എന്ന് വന്നു. അപ്പോൾ ഇവിടെ നമുക്കിതിനെ നമുക്കറിയാലോ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്. എങ്ങനെയാണ്? dy ബൈ dx ഒരു സൈഡിൽ നിർത്തിയിട്ട് ബാക്കിയുള്ളതെല്ലാം അപ്പുറത്തോട്ട് കൊണ്ടുപോകണം. അതാണ് നമ്മുടെ റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് ബൈ വൈ ഇൻറ്റു dy ബൈ dx ഈസ് ഈക്വൽ ടു ലോഗ് 2 മൈനസ് ഈ ലോഗ് വൈ അപ്പുറം വന്നു ലോഗ് വൈ, അപ്പോൾ മൈനസ് ലോഗ് വൈ ആയി. ഓക്കെ, മൈനസ് ലോഗ് വൈ ആയി അല്ലേ. അപ്പോൾ മൈനസ് ലോഗ് വൈ ബാക്കി നമുക്ക് ഇങ്ങോട്ട് നോക്കാം. അപ്പോൾ നോക്കുക, എക്സ് ബൈ വൈ ഇൻറ്റു dy ബൈ dx ഇസ് ഈക്വൽ ടു ലോഗ് 2 മൈനസ് ലോഗ് വൈ, ദാറ്റ് മീൻസ് ലോഗ് എ മൈനസ് ലോഗ് ബി, ലോഗ് എ ബൈ ബി. അപ്പോൾ ഇവിടെ നമുക്ക് ലോഗ് ഓഫ് 2/y എന്ന് പറയാം. ദെൻ dy ബൈ dx ഇസ് ഈക്വൽ ടു ലോഗ് ഓഫ് 2/y ഡിവൈഡഡ് ബൈ എക്സ് ബൈ വൈ. അത് നമുക്ക് തിരിഞ്ഞെടുക്കുമ്പോൾ y ബൈ എക്സ് ഇൻറ്റു ലോഗ് ഓഫ് 2/y എന്ന് കിട്ടും കേട്ടോ. y ബൈ എക്സ് ഇൻറ്റു ലോഗ് ഓഫ് 2/y. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ കേട്ടോ. y ബൈ എക്സ് ഇൻറ്റു ലോഗ് ഓഫ് 2/y കണ്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് എന്താണ്? ടേക്കിംഗ് ലോഗ് ഓൺ ബോത്ത് സൈഡ്സ് വി ക്യാൻ അപ്ലൈ ദ ലോഗരിതമിക് ഡിഫറൻസിയേഷൻ കേട്ടോ. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് കണ്ടുപിടിച്ചു. അവിടെ നമ്മൾ ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട റിസൾട്ട് എന്തായിരുന്നു? dy ബൈ dx ഓഫ് a raised to x എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ a raised to x ഇൻറ്റു log a ആണ്. അപ്പോൾ അങ്ങനെയുള്ള റിസൾട്ടുകളും ഒക്കെ നമുക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം പ്രോബ്ലം എപ്പോഴും സോൾവ് ചെയ്യാനായിട്ട്. സോ ദ നെക്സ്റ്റ് വൺ, അടുത്തത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് വൺ, ഇഫ് എക്സ് സ്ക്വയർ പ്ലസ് 2xy പ്ലസ് 2y സ്ക്വയർ ഈക്വൽ ടു 1, ദെൻ dy ബൈ dx അറ്റ് ദ പോയിന്റ് വേർ y ഈക്വൽ ടു 1 ഉണ്ടോ. അപ്പോൾ ഇറ്റ് ഇസ് ആൻ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ കേട്ടോ. ഒരു ഇംപ്ലിസിറ്റ് ഫംഗ്ഷനെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കണ്ടു അല്ലേ, ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ ഡിഫറൻഷിയേറ്റ് ചെയ്ത് എങ്ങനെയാണ്? മൊത്തം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് dy ബൈ dx ഒരു സൈഡിലോട്ടേക്ക് ബാക്കി കൊണ്ടുപോകുക അല്ലേ. അപ്പോൾ ഇവിടെ ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട്. നമുക്കിതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കാം. എക്സ് സ്ക്വയറിൻ്റെ 2x പ്ലസ് 2 ഇൻറ്റു എക്സ് വൈ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്, ദെൻ പ്ലസ് 2 ഇൻറ്റു വൈ സ്ക്വയറിൻ്റെ 2y ഇൻറ്റു dy ബൈ dx is equal to 0 ഉണ്ടോ. സോ അഗെയിൻ ദിസ് ഈസ് 2x പ്ലസ് 2x ഇൻറ്റു dy ബൈ dx പ്ലസ് 2y പ്ലസ് 4y ഇൻറ്റു dy ബൈ dx is equal to 0. അപ്പോൾ dy ബൈ dx നമുക്ക് ഒരു സൈഡിൽ നിർത്താം. അപ്പോൾ എന്ത് വരും? dy ബൈ dx ഇൻറ്റു ഉണ്ടോ 2x പ്ലസ് 4y ഉണ്ടോ ഈക്വൽ ടു ഈ ബാക്കി അപ്പുറത്തോട്ട് വന്നു. ഇപ്പം മൈനസ് 2x മൈനസ് 2y എന്നായി. So what is dy by dx? dy by dx is equal to minus 2x minus 2y divided by 2x plus 4y. Minus 2x minus 2y divided by 2x plus 4y at x is equal to y is equal to. കാരണം ഇവിടെ എക്സിലും വൈയിലും ആണ് കിടക്കുന്നത്. എന്നാലും നമുക്ക് ഇതുപോലെ ആൻസർ ഓപ്ഷൻ കിടക്കുന്ന പോലെ വരത്തുള്ളൂ. പക്ഷെ വൈയുടെ വാല്യൂ ഇവിടെ 1 എന്ന് തന്നിട്ടുണ്ട് കണ്ടോ. y ഈക്വൽ ടു 1 എന്ന് തന്നിട്ടുണ്ട്.
ബട്ട് എക്സ് ഈസ് നോട്ട് ഗിവൺ. ബട്ട് എക്സ് ഇവിടെ തന്നിട്ടില്ല, പക്ഷേ എക്സ് കണ്ടുപിടിക്കണം കേട്ടോ. അപ്പോൾ എക്സ് കണ്ടുപിടിക്കൽ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനേ പറ്റുള്ളൂ. അപ്പോൾ നോക്കാം, ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ 1 ആണ്. എക്സ് സ്ക്വയർ പ്ലസ് 2x വൈ 1 ആയി പ്ലസ് 2y സ്ക്വയർ വൈ 1 ആകുമ്പോൾ 2 വരും, ഈക്വൽ ടു 1 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 2 മൈനസ് 1 ഈക്വൽ ടു 0. അപ്പോൾ ഇത് എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ ടു 0. സോ ദാറ്റ് മീൻസ് എക്സ് പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0. സോ എക്സ് ഇസ് ഈക്വൽ ടു -1 ഉണ്ടോ. എക്സ് പ്ലസ് 1 ഓൾക്കൊരു 0 ആണെങ്കിൽ എക്സ് പ്ലസ് 1 0 ആണ്, അതാണ് എക്സ് ഈക്വൽ ടു -1. അപ്പോൾ എക്സ് -1 ആയി, വൈ എന്തായി 1 ആയി ഉണ്ടോ. അപ്പോൾ ഇതിനകത്ത് അപ്ലൈ ചെയ്യാം ഉണ്ടോ. ഇതിനകത്ത് ഡി ബൈ ഡി സെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു -1 വൈ ഇസ് ഈക്വൽ ടു 1 കൊടുക്കുക. അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും നോക്കാം. എക്സ് -1 കൊടുത്തു കഴിഞ്ഞാൽ -1 ഇൻറ്റു -2 പ്ലസ് 2 ആയി, -2 ഇൻറ്റു 1 2 ആയി, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു -1 പ്ലസ് 4 ഇൻറ്റു 1. സോ 2 - 2 എന്നുള്ളത് 0 ആയല്ലോ. സോ വി ക്യാൻ കണക്ട് ആസ് ദിസ് വാല്യൂ ഇസ് ഈക്വൽ ടു 0 ഉണ്ടോ. അപ്പോൾ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഇ 0 ഉണ്ട്. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഇ വരെ നമുക്ക് സാധാരണ കീമിൽ നമ്മൾ ഓർക്കും ഓപ്ഷൻ എ ബി സി ഡി ഇ ഓപ്ഷൻസ് ആണ്. അപ്പോൾ ഈ ഓപ്ഷൻ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് വരാവുന്നതാണ്. അപ്പം ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ് വൺ കേട്ടോ. 0 എന്ന കറക്റ്റായിട്ട് നമുക്ക് ആൻസറിലേക്ക് വരാനായിട്ട് പറ്റി. ഓക്കെ, നെക്സ്റ്റ് വൺ. സി ദ നെക്സ്റ്റ് വൺ. y equal to tan inverse of 2x minus 1 by 1 plus x minus x square, then dy by dx at x is equal to 1 കണ്ടോ. dy by dx at x is equal to 1. അപ്പോൾ അവിടെയും നമുക്കറിയാം dy by dx at x is equal to 1 കണ്ടുപിടിക്കണം. ബട്ട് ഈസ് ആണ് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷൻ കണ്ടോ. ആ ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണമെങ്കിൽ ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ അതിനെ എഴുതിയാൽ മാത്രമേ നമുക്ക് ആ ഫോമുലോട്ട് ഇൻവേഴ്സിൻ്റെ ഫോമുലായിട്ട് കൊടുത്തിട്ട് നമുക്കതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഈ y ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് 2x minus 1 by 1 plus x minus x square ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് ആദ്യം ഇങ്ങനെ കണക്ട് ചെയ്യാം. y is equal to ടാൻ ഇൻവേഴ്സ് ഓഫ്, ഞാൻ ഈ 2x minus 1നെ x plus x minus 1 എന്ന് എഴുതി, ഡിവൈഡഡ് ബൈ ഈ 1 പ്ലസ് എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഒരു എക്സ് കോമൺ എടുത്തു. അപ്പോൾ എക്സ് കോമൺ എടുത്തപ്പോൾ എക്സ് ഇൻറ്റു 1 മൈനസ് എക്സ് എന്നായി ഉണ്ടോ. 1 മൈനസ് എക്സ് എന്നായി. സോ അഗെയിൻ വി ക്യാൻ റൈറ്റ് ഇറ്റ് y ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് എക്സ് മൈനസ് 1 ഡിവൈഡഡ് ബൈ ഇവിടെ ഈ 1 മൈനസ് എക്സിന് ഒരു മൈനസ് വെല്ല് എടുക്കുകയാണെങ്കിൽ 1 മൈനസ് ഓഫ് എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് എഴുതാം. ആക്ച്വലി കണ്ടോ, മൈനസ് എക്സ് ഇൻറ്റു എക്സ് എന്ന് പറഞ്ഞാൽ മൈനസ് എക്സ് സ്ക്വയർ ആണ്. മൈനസ് എക്സ് ഇൻറ്റു -1 പ്ലസ് എക്സ് ആണ്, അത് തന്നെ കിട്ടുന്നുണ്ട്. സോ ദിസ് ഈസ് ഓഫ് ദ ഫോം, ദിസ് ഈസ് ഈക്വൽ ടു നമുക്കിങ്ങനെ പറയാമല്ലേ നമ്മുടെ ഫോമുല അനുസരിച്ച് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് എക്സ് വൈ ഫോമാണ്. എന്ന് പറഞ്ഞാൽ ഇതെന്താണ് ആക്ച്വലി ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈയോട് ഈക്വൽ ആണ് കണ്ടോ. അതൊരു ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫോമുലയാണ്. ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈയോട് ഈക്വൽ ആണ്. അപ്പോൾ അവിടെ എക്സിൻ്റെ സ്ഥാനത്ത് എക്സും വൈയുടെ സ്ഥാനത്ത് എക്സ് മൈനസ് 1 ആണ്. അപ്പോൾ സോ ദിസ് ക്വസ്റ്റ്യൻ ക്യാൻ ബി റിട്ടൺ ആസ് വൈ ഇസ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് 1. സോ ഡിഫറൻഷിയേറ്റിംഗ് ദിസ് വൺ കണ്ടോ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dy by dx is equal to ടാൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് 1 by 1 plus x square. ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് മൈനസ് 1ൻ്റെ 1 by 1 പ്ലസ് എക്സ് മൈനസ് 1ൻ്റെ ഹോൾ സ്ക്വയർ ഇൻറ്റു എക്സ് മൈനസ് 1ൻ്റെ എക്സിൻ്റെ 1 ആവും, -1ൻ്റെ 0 ആയി പോകുമല്ലോ. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഉണ്ടോ. അറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 1 ഉണ്ടോ. എക്സിൻ്റെ വാല്യൂ 1 ആവുന്നു. 1 ആവുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ എന്താണ് റിസൾട്ട് വരുന്നത് നോക്കി. 1 ആവുമ്പോൾ dy by dx ഇസ് ഈക്വൽ ടു 1 കൊടുക്കുമ്പോൾ 1 by 1 plus 1 സ്ക്വയർ പ്ലസ് 1 by 1 plus 1 minus 0 ഉണ്ടോ. 1 minus 1 എന്ന് വരും. 1 minus 1. സോ ദിസ് ഈസ് 1 by 2 plus 1 എന്ന് കിട്ടും ഉണ്ടോ. 1 plus 1 square 1 by 2 പ്ലസ് 1 by 1 minus 1 minus 0 1 ആവും. അപ്പോൾ 1 കിട്ടും. 1 by 1 1. അപ്പോൾ 1 by 2 plus 1 എന്നാ കിട്ടും 3 by 2 ഉണ്ടോ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഇ കണ്ടോ. ഓപ്ഷൻ ഇ ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ നമ്മൾ ഓർക്കണം, നമ്മളിവിടെ കറക്റ്റായിട്ട് യൂസ് ചെയ്ത കാര്യം എന്ന് പറയുന്നത് ടാൻ ഇൻവേഴ്സ് എക്സ് അല്ലേ. ടാൻ ഇൻവേഴ്സിൻ്റെ ആ ടാൻ ഇൻവേഴ്സ് ഓഫ് എക്സ് പ്ലസ് വൈ ബൈ 1 മൈനസ് എക്സ് വൈ എന്നുള്ള ഫോമിലോട്ട് കണക്ട് ചെയ്തു. അത് ടാൻ ഇൻവേഴ്സ് എക്സ് പ്ലസ് ടാൻ ഇൻവേഴ്സ് വൈയുടെ ഫോമുല ആയിരുന്നു ഉണ്ട്. എന്നിട്ട് നമ്മൾ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനെയുള്ള പോയിന്റ്സ് നമ്മളൊന്ന് ഡയറക്റ്റായിട്ട് ഓർത്തിരിക്കുന്നത് എപ്പോഴും നല്ലതാണ്. ട്രിഗ്നോമെട്രി ഫോമുലാസും ഇൻവേഴ്സ് ട്രിഗ്നോമെട്രി ഫോമുലാസും ഒക്കെ പഠിച്ച് വെച്ച് കണക്ട് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസ് എപ്പോഴും വരാറ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ. അടുത്തത് നമുക്ക് നോക്കേണ്ട ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് ആണ്. നമുക്കറിയാം ഈ ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റർ ആണ്. അതിനകത്ത് പ്രധാനപ്പെട്ട പോയിന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് നമുക്കറിയാം റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് കണ്ടോ. എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറയുന്നത്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫസ്റ്റ് ഡെറിവേറ്റീവിൽ അപ്പോൾ നമുക്ക് വിത്ത് റെസ്പെക്ട് ടു r ആകാം,
റേഡിയസ് ആകാം, ടൈം ആകാം, അല്ലേ, ഹൈറ്റ് ആകാം. അപ്പോൾ എന്തിലാണോ പറഞ്ഞിരിക്കുന്ന റേറ്റ് ഓഫ് ചേഞ്ച് പറഞ്ഞിരിക്കുന്നത് അതിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്, അതിലോട്ട് മാറ്റുക എന്നുള്ളത്. ഇപ്പോൾ വിത്ത് റെസ്പെക്ട് ടു എക്സിലാണെങ്കിൽ അതിൻ്റെ റേറ്റ് ഓഫ് ചേഞ്ച് dy/dx ആണ്. വിത്ത് റെസ്പെക്ട് ടു ടിയിലാണെങ്കിൽ ഹൈറ്റിൽ തന്നിട്ട് ടിയിലാണ് ചോദിക്കുന്നത് th/dt ആണ്. വിത്ത് റെസ്പെക്ട് ടു റേഡിയസ് ആണെങ്കിലോ dy/dr ആണ്. അത് എന്തിലാണോ തന്നിരിക്കുന്നത് അതനുസരിച്ച് നമ്മൾ എടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന മെത്തേഡാണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്. നെക്സ്റ്റ് കേസ് ഈസ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ, അല്ലേ. ഒരു കേസിനകത്ത് ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് മീൻ ചെയ്യുന്നത് ഉണ്ടോ? ഇൻക്രീസിങ് ഡിക്രീസിങ് ഫംഗ്ഷൻ. അപ്പോൾ ഇൻക്രീസിങ് എന്ന് പറയുന്നിടത്ത് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് ആൻഡ് സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് ഉണ്ട്. അപ്പോൾ സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് എന്ന് പറയുമ്പോൾ f' greater than 0 for each x belongs to open interval AB ഉണ്ടോ? അതുപോലെ സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് ആണെങ്കിൽ f' less than 0 കേട്ടോ, f' less than 0 ആയിരിക്കണം. ഇനി സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് സ്ട്രിക്റ്റ്ലി ഇൻക്രീസിങ് നമ്മൾ ഇനി ഇൻക്രീസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ f' greater than or equal to 0, ഡിക്രീസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ f' less than or equal to 0. സോ ആ ഇൻ്റർവെല്ലിൽ വരുന്ന എന്താണോ അതനുസരിച്ച് ആ ഇൻ്റർവെല്ലിലാണത് എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നോ ഡിക്രീസ് ചെയ്യുന്നോ എന്നൊക്കെ നമ്മൾ കണ്ടുപിടിക്കും. നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നു, 0യെ ഡിക്വേറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിച്ചിട്ട് അത് ഇൻ്റർവെൽ മേക്ക് ചെയ്യും. ആ ഇൻ്റർവെല്ലിനകത്ത് ഈ പറഞ്ഞ പോലെ ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ നമ്മൾ കണ്ടുപിടിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് വൺ അടുത്ത മാക്സിമം ആൻഡ് മിനിമം. ഇനി അതിനകത്ത് വരുന്ന അടുത്തൊരു പോയിന്റ് ആണ് മാക്സിമ ആൻഡ് മിനിമ. ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് വരുന്ന നെക്സ്റ്റ് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്. ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ് വരുന്ന നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് മാക്സിമം ആൻഡ് മിനിമ എന്ന് പറയും കേട്ടോ. മാക്സിമം ആൻഡ് മിനിമ. എന്താണ് ഈ മാക്സിമം മിനിമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം എ ഫംഗ്ഷൻ f of x is maximum at x is equal to a f' equal to 0. നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? f' എടുത്തിട്ട് അത് 0യോട് ഇക്വേറ്റ് ചെയ്ത് ഫസ്റ്റ് ഡെറിവേറ്റീവ് 0നോട് ഇക്വേറ്റ് ചെയ്തു. സോ വി ഫൈൻഡ് ദാറ്റ് ദ ക്രിട്ടിക്കൽ പോയിന്റ്സ് ഉണ്ടോ. മൂന്നോ ക്രിട്ടിക്കൽ പോയിന്റ്സ് ആയിക്കോട്ടെ, ക്രിട്ടിക്കൽ പോയിന്റ് കണ്ടുപിടിക്കും. ആ ക്രിട്ടിക്കൽ പോയിന്റ് ഉപയോഗിക്കുന്നു. ദെൻ അഗെയിൻ സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്നു. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുത്തിട്ട് ക്രിട്ടിക്കൽ പോയിന്റ്സ് കൊടുക്കുമ്പോൾ ലെസ് ദാൻ ആണ് വരുന്നെങ്കിൽ വി ഗെറ്റ് മാക്സിമം, ഗ്രേറ്റർ ദാൻ ആണ് വരുന്നെങ്കിൽ വി ഗെറ്റ് മിനിമം. അതാണ് നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട രണ്ട് പോയിന്റ്. മാക്സിമം പോയിന്റും മിനിമം പോയിന്റും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കുന്നു, 0 ഇക്വേറ്റ് ചെയ്യുന്നു, എക്സിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നു അല്ലെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കുന്നു. സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുന്നു, ഈ വാല്യൂസ് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലെസ് ദാൻ മാക്സിമം, ഗ്രേറ്റർ ദാൻ മിനിമം. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട കീ പോയിന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ റൈറ്റ് ദ ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. The radius of a cylinder is increasing at the rate of 5 cm per minute so that its volume is constant. When its radius is 5 cm and height is 3 cm, rate of decreasing of its height is decreasing the height. ഹൈറ്റിൻ്റെ ഡിക്രീസിങ്, റേറ്റ് ഓഫ് ഡിക്രീസിങ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓർക്ക് ദ റേഡിയസ് ഓഫ് എ സിലിണ്ടർ ഈസ് ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് ഓഫ് 5 cm per minute. ഇൻക്രീസിങ് അറ്റ് ദ റേറ്റ് 5 cm per minute എന്താ റേഡിയസ് ആണ്. സോ വി ഗെറ്റ്, നമുക്ക് അവിടെ തന്നെ ഓരോ പോയിന്റ്സ് എഴുതി വെക്കാം. dr/dt ഉണ്ടോ, എന്താണ് dr/dt എന്ന് പറഞ്ഞാൽ 5 ഉണ്ടോ സെൻറ്റിമീറ്റർ പെർ മിനിറ്റ്. സോ ഇറ്റ്സ് വോളിയം ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ വി ഈക്വൽ ടു കോൺസ്റ്റൻറ്റ്, വോളിയം കോൺസ്റ്റൻ്റ് ആണ്. സോ അഗെയിൻ 5 cm കണ്ടോ, റേഡിയസ് 5 cm h 3 cm ആവും. ദെൻ ദ റേറ്റ് ഓഫ് ഡിക്രീസിങ് ഓഫ് ഇറ്റ്സ് ഹൈറ്റ്, ദാറ്റ് മീൻസ് dh/dt, ഡിക്രീസിങ് ദ റേറ്റ് dh/dt വി ഹാവ് ടു കാൽക്കുലേറ്റ്. അതാണ് നമുക്കവിടെ കണ്ടുപിടിക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, എങ്കിൽ നമുക്കറിയാം സിലിണ്ടറിൻ്റെ വോളിയം എന്ന് പറഞ്ഞാൽ v is equal to πr² h ആണ്. v is equal to πr² h ആണ്. വിത്ത് റെസ്പെക്ട് ടു ടിയിലാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ dv/dt is equal to π ഇൻറ്റു ഉണ്ടോ, നമുക്കറിയാം r² h is എ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. കാരണം r² h എന്നും പറഞ്ഞ് രണ്ടും ഇൻഡിപെൻഡൻ്റ് ആണ്, രണ്ടും ഡിപ്പെൻഡൻ്റ് അല്ല, അല്ലേ. രണ്ടും നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാവുന്ന വേരിയബിൾ ആണ്. അപ്പോൾ ഫസ്റ്റ് രണ്ട് ഫങ്ഷൻസ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ദി ഫസ്റ്റ്. അപ്പോൾ 2r ഇൻറ്റു dr/dt എന്ന് വരും. ഓക്കെ, സോ വോളിയം ഈസ് എ കോൺസ്റ്റൻറ്റ്, സോ ഇറ്റ്സ് ഡെറിവേറ്റീവ് ഈക്വൽ ടു 0. സോ dy/dt ഈസ് ഈക്വൽ ടു 0. അപ്പം സോ ദിറ്റ് ബിക്കം 0 ഉണ്ടോ. ഇതിനെന്തായിട്ട് എടുക്കാം, 0 ഇക്വേറ്റ് ചെയ്യാം, അല്ലേ. അങ്ങനെയാണെങ്കിൽ π ഡിവൈഡ് ബൈ 0 ആയി പോയിക്കോളും. അപ്പോൾ ഇവിടെ r-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം, r ഇവിടെ 5 എന്ന് പറഞ്ഞാൽ അപ്പോൾ 5² ഇൻറ്റു dh/dt നമുക്ക് കണ്ടുപിടിക്കേണ്ടത്.
പ്ലസ് എച്ച് എന്ന് പറയുന്നത് നമുക്കുണ്ട് 3 എന്നുണ്ട് ഇൻറ്റു 2 ഇൻറ്റു ആർ 5 ആണ് ഇൻറ്റു ഡി ആർ ബൈ ഡി ടി അഗെയിൻ 5. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0 ഉണ്ടോ. സോ അഗെയിൻ എച്ച് കണ്ടുപിടിക്കണമല്ലോ. അപ്പം നമുക്കറിയാം 25 ഇൻറ്റു ഡി എച്ച് ബൈ ഡി ടി പ്ലസ് നമുക്കറിയാം ഇവിടെ 5 ഇവിടെ നമുക്കറിയാം 3 2 6 അല്ലേ, 5 5 25. അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും മറ്റേ 150 എന്ന് കിട്ടും. 150 ഈക്വൽ ടു 0 അല്ലേ. സോ ഡി എച്ച് ബൈ ഡി ടി, വാട്ട് ഈസ് ഡി എച്ച് ബൈ ഡി ടി? ദെർഫോർ ഡി എച്ച് ബൈ ഡി ടി ഈക്വൽ ടു -150 ഡിവൈഡഡ് ബൈ 25 എന്ന് വരും. കാരണം 150 അപ്പുറം വരും -125. അപ്പോൾ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു -6. ഇനി -6 എന്ന് പറഞ്ഞാൽ ഡിക്രീസിങ് അറ്റ് ദ റേറ്റ് അപ്പോൾ വരുന്നത് കേട്ടോ. അപ്പോൾ 6 ആണ്. 6 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ് എന്ന് കിട്ടും കേട്ടോ. 6 സെൻറ്റിമീറ്റർ പെർ ഡിക്രീസിങ് അറ്റ് ദ റേറ്റ് അപ്പോൾ നെഗറ്റീവ് വരുമല്ലോ. സോ ഡിക്രീസിങ് ദ കേസ്. അപ്പോൾ ഡിക്രീസിങ് അറ്റ് ദ ഹൈറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഡിക്രീസിങ് അറ്റ് ദ ഹൈറ്റ് ഈസ് 6 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ് എന്ന് കിട്ടും. മനസ്സിലായ പറഞ്ഞു. അപ്പോൾ ഓരോ പോയിന്റും അതിൽ നിന്ന് നോക്കി കണക്ട് ചെയ്താൽ ഈസി ആയിട്ട് നമുക്ക് പ്രോബ്ലം കാച്ച് ചെയ്യാനായിട്ട് പറ്റും. ഒരു ബുദ്ധിമുട്ടും നമുക്ക് ഉണ്ടാവത്തില്ല. ഓക്കെ, ക്ലിയർ. അപ്പോൾ നമ്മൾ കണ്ടത് എന്തായിരുന്നു? ദ റേഡിയസ് ഓഫ് എ സിലിണ്ടർ ഈസ് ഇൻക്രീസിംഗ് അറ്റ് ദ റേറ്റ് ഓഫ് 5 സെൻറ്റിമീറ്റർ പെർ മിനിറ്റ്. So that is volume is a constant. Volume is a constant. That means its derivative equal to 0. Then volume of a cylinder is V is equal to pi r square h. Then dV by dt is equal to 0. Then pi r square h. അവിടെ നമ്മൾ പൈ ഇൻറ്റു ആർ സ്ക്വയർ ഇച്ച ഫംഗ്ഷൻസ് ആണ്. അപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്തു, തന്നിരിക്കുന്ന വാല്യൂ അപ്ലൈ ചെയ്ത് ഡയറക്റ്റ് ആയിട്ട് ആൻസർ കണ്ടുപിടിച്ചു. ഓക്കെ, സി ദ നെക്സ്റ്റ് വൺ. അടുത്ത ക്വസ്റ്റിലേക്ക് നമുക്ക് വരാം. ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 2x³ മൈനസ് 15x² പ്ലസ് 36x പ്ലസ് 6 സ്ട്രിക്റ്റ്ലി ഡിക്രീസിങ് ഇൻ ദ ഇൻ്റർവൽ. കേട്ടോ, ഇതിൻ്റെ ഡിക്രീസ് ചെയ്യുന്ന ഇൻ്റർവലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് നോക്കിക്കളയാം. ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. ആദ്യം നമ്മൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. സോ വി ക്യാൻ എഫ് ഡാഷ് എക്സ് ഇസ് ഈക്വൽ ടു 2x³ 3x² ഉണ്ടോ. 3x² അല്ലേ, x³ 3x² ഇൻറ്റു ഒരു 2 കൂടെ ഉണ്ടല്ലോ. അപ്പോൾ 2 ഇൻറ്റു 3x² മൈനസ് 15 ഇൻറ്റു x² 2x ആണ്. അപ്പോൾ 15 ഇൻറ്റു 2 30x ഉണ്ടോ പ്ലസ് 36. So again that is equal to 6x² minus 30x plus 36. The first derivative equal to 0. നമുക്കിവിടെ അറിയാം. അപ്പോൾ എല്ലാത്തിലും ഒരു 6 വെച്ച് കട്ട് 6 കോമൺ എടുക്കാൻ 6 ഇൻറ്റു x² മൈനസ് 5x പ്ലസ് 6 ഈക്വൽ ടു 0. ദെൻ 6 ഇൻറ്റു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 6ഉം സം എടുക്കുമ്പോൾ -5. സോ ദാറ്റ് മീൻസ് x മൈനസ് 3 ഇൻറ്റു x മൈനസ് 2 ഈക്വൽ ടു 0. അപ്പോൾ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം. x ഇസ് ഈക്വൽ ടു 2, ദെൻ x ഇസ് ഈക്വൽ ടു 3. അപ്പോൾ 2 ഉം 3 ആണ് വരുന്നത്. അപ്പോൾ 2 ഉം 3 വരുമ്പോഴത്തേക്ക് നമ്മുടെ ഇൻ്റർവെൽ എന്ന് പറഞ്ഞാൽ -∞ to 2 വരും, 2 to 3 വരും, ദെൻ 3 to ∞ വരും. അപ്പോൾ നമുക്കറിയാം -∞ ക്കും 2 നും ഇടയ്ക്ക് ഒരു വാല്യൂ വരുന്നത് 1 എടുക്കുക. 1 ഇവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ 1 - 3 1 - 2. സോ ഇറ്റ് ഈസ് പോസിറ്റീവ് ആണ്. അപ്പോൾ 2 മൈനസ് വരും, മൈനസും കൂടെ വരുമ്പോഴത്തേക്ക് ഇൻറ്റു പോസിറ്റീവ് കിട്ടും. ഇനി അടുത്ത കേസിൽ 2 3 കൊടുത്തേ, 2 ഉം 3 കൊടുത്തേ, 2 നും 3 2.5. അപ്പോൾ 2.5 എന്ന് പറയുമ്പോൾ ഇവിടെ മൈനസ് വരും, ഇൻറ്റു 2.5 ഇവിടെ പ്ലസ് വരും. അപ്പോൾ ആ കേസിൽ നെഗറ്റീവ് കിട്ടും. അപ്പോൾ ആദ്യത്തെ കേസിൽ ഏതാണ് കൊടുത്തിരിക്കുന്നത്? -∞ 2ൻ്റെ കേസാണ്. -∞ 2 ഇവിടെ നമുക്ക് 2 3 നെഗറ്റീവ് കിട്ടി. അടുത്തത് പറഞ്ഞാൽ 3 ഇൻറ്റു 4 കൊടുക്കുക. 4 കൊടുത്താൽ 4 - 3 4 - 2 രണ്ടും പ്ലസ് ആണ്, പോസിറ്റീവ് ആണ്. അപ്പോൾ അത് 3 to ∞ ആണ്. അപ്പോൾ നെഗറ്റീവ് വരുന്ന ഒരു കേസിൽ മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് ഈസ് ഡിക്രീസിങ്. ദെൻ 2 3 ഏത് ഇൻ്റർവെല്ലാണ്? 2 3യിലാണ് നെഗറ്റീവ് വരുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ എ. ഉണ്ടോ, ഓപ്ഷൻ എ ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ അവിടെ നമുക്ക് 2 3യിൽ നെഗറ്റീവ് കിട്ടുന്നുണ്ടല്ലോ. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് പറയാനായിട്ട് പറ്റും. ഓക്കെ, സോ ദ നെക്സ്റ്റ് വൺ. അടുത്ത കേസ്. ദ ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു x³ മൈനസ് 12ax² പ്ലസ് 36a² x മൈനസ് 4 a ഗ്രേറ്റർ ദാൻ 0 അറ്റൈൻസ് ഇറ്റ് മാക്സിമം ആൻഡ് മിനിമം വാല്യൂ അറ്റ് x ഇസ് ഈക്വൽ ടു p ആൻഡ് x ഇസ് ഈക്വൽ ടു q. അതായത് എക്സിൻ്റെ വാല്യൂ p എന്ന് പറയുന്നതാണ് മാക്സിമം, q എന്ന് പറയുന്നതാണ് മിനിമം. അങ്ങനെയാണെങ്കിൽ നമ്മൾ മാക്സിമം മിനിമം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതുപോലെ 3p ഈക്വൽ ടു q² ആണ്, മാക്സിമം മിനിമം ആണെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എയുടെ വാല്യൂ കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ആദ്യം ഫസ്റ്റ് ഡെറിവേറ്റീവ് എടുക്കാം. എഫ് ഡാഷ് എക്സ് എടുക്കുമ്പോൾ 3x² മൈനസ് 12a ഇൻറ്റു 2x. അപ്പോൾ 24ax ഉണ്ടോ പ്ലസ് 36a² എന്ന് കിട്ടി, 36a². ഇവിടെ നമുക്കൊരു 3 കോമൺ എടുത്താൽ x² മൈനസ് 8ax പ്ലസ് 12a² എന്ന് എടുത്തു. ഉണ്ടോ, ഇതിനെ ഫാക്ടർ ആക്കാലോ, ക്രിട്ടിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കണ്ടേ, ഫാക്ടർ ആക്കാലോ. അപ്പോൾ 3 ഇൻറ്റു പ്രോഡക്റ്റ് എടുക്കുമ്പോൾ 12a², സം എടുക്കുമ്പോൾ -8. അപ്പോൾ -6a -2a ആണ്. അപ്പം x - 6a ഇൻറ്റു x - 2a എന്ന് എടുക്കാം. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. സോ വി ഗെറ്റ് നമുക്കിവിടെ പറയാൻ പറ്റുമല്ലോ, x ഇസ് ഈക്വൽ ടു 6a എന്നും പറയാം, x ഇസ് ഈക്വൽ ടു എന്ത് പറയാം 2a എന്നും പറയാം.
അല്ലേ? അപ്പോൾ നമുക്കറിഞ്ഞ് നമ്മൾ അടുത്ത കേസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ x = 6 x = 2a ആണ്. അപ്പോൾ നമുക്കിവിടെ 3p = q² മാക്സിമം അറ്റ് x = p ആണ്. അപ്പോൾ മാക്സിമത്തിൻ്റെ കേസിൽ x = p ആകുമ്പോഴത്തേക്കും ഇനി സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. f2' ഉണ്ടോ? സെക്കൻഡ് ഡെറിവേറ്റീവ് കണ്ടുപിടിക്കുക. സെക്കൻഡ് ഡെറിവേറ്റീവ് തൊട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ഇതാ 3x². അപ്പോൾ അത് സെക്കൻഡ് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 6x - 24a എന്ന് കിട്ടും. ഉണ്ടോ? അതിനകത്ത് നമുക്ക് ആദ്യം 6a കൊടുക്കാം. f2' ഉണ്ടോ? 6a കൊടുക്കുമ്പോൾ 6 × 6 36a - 24a. സോ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0 ഉണ്ടോ? ഗ്രേറ്റർ ദാൻ 0 ആണ് വന്നിരിക്കുന്നത്. അടുത്ത f2' കൊടുക്കാം. എക്സിന് വാല്യൂ കൊടുക്കുക. 2a കൊടുക്കുമ്പോൾ 6 × 2a 12a - 24a. സോ ദിസ് ഈസ് ലെസ് ദാൻ 0 ഉണ്ടോ? അപ്പം 6aയിലാണ് പോസിറ്റീവ് വന്നിരിക്കുന്നത് ഉണ്ടോ? 6aയിലാണ് പോസിറ്റീവ്. അപ്പോൾ പോസിറ്റീവ് വരുന്നത് എന്താണ്? മിനിമം ഉണ്ടോ? 2aയിലാണ് നെഗറ്റീവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെന്താണ്? മാക്സിമം. ലെസ് ദാൻ വരുന്നതാണല്ലോ മാക്സിമം. അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് 3p = q² ആണ്. അപ്പം x p ആണ്. അപ്പം x = p എന്ന് പറയുന്നത് മാക്സിമം വരുന്നത് 2aയിലാണ് ഉണ്ടോ? അതുപോലെ തന്നെ q. അപ്പോൾ x = q. അപ്പോൾ qയിൽ വരുന്ന അടുത്ത കേസ് ഇത് p എന്ന് കിട്ടി. p = 2a. ഇനി q എന്ന് പറഞ്ഞ കേസ് എന്തായിരിക്കും? 6a ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് 3 × 2a = 6a the whole square എന്ന് കൊടുക്കാം. 3p = q² ആയതുകൊണ്ട് അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും 6a = 36a² ആണ്. അപ്പോൾ ഒരു എയും കൂടെ കട്ടായി ഉണ്ടോ? അപ്പോൾ തീർച്ചയായിട്ടും വിച്ച് ഇംപ്ലൈസ് ദാറ്റ് 6/36 = a. സോ 1/6 = a എന്ന് കിട്ടി കണ്ടോ? അപ്പം എയുടെ വാല്യൂ അവിടെ എന്ത് കിട്ടി? 1/6 എന്ന് കിട്ടി. സോ ഓപ്ഷൻ എ ഇസ് ദ കറക്റ്റ് ആൻസർ. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ടത് മാക്സിമം മിനിമം ആണ്. ലെസ് ദാൻ വരുന്ന കേസ് മാക്സിമം, ഗ്രേറ്റർ ദാൻ വരുന്ന കേസ് മിനിമം. അത് നമ്മൾ വളരെ വ്യക്തമായിട്ട് ഓർത്ത് വെക്കേണ്ട പോയിന്റ് ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് അടുത്തൊരു ചാപ്റ്റർ നമുക്ക് പരിചയപ്പെടാം. നെക്സ്റ്റ് ചാപ്റ്റർ ഇസ് ലീനിയർ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞൊരു ചാപ്റ്ററാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. സാധാരണ രീതിയിൽ ഇതിനകത്ത് നമുക്ക് മാക്സിമൈസും മിനിമൈസും ആണ് സാധാരണ രീതിയിൽ ക്വസ്റ്റ്യൻസ് ഇതിനകത്ത് ചോദിക്കാറുള്ളത്. മാക്സിമം മിനിമം എന്ന് പറയും അല്ലേ? അപ്പോൾ ഇതിനകത്തൊരു തിയറം പറയുന്നത് നമുക്ക് ശ്രദ്ധിച്ചു നോക്കാം. ലെറ്റ് ആർ ബി ദ ഫീസിബിൾ റീജിയൻ ഓർ കോൺവെക്സ് പോളിഗൺ. എന്താണ് ഫീസിബിൾ റീജിയൻ അല്ലെങ്കിൽ കോൺവെക്സ് പോളിഗൺ എന്ന് പറയുന്നത്? നമുക്കറിയാം എക്സ് ആക്സിസ് വൈ ആക്സിസിൽ നമുക്ക് പോസിറ്റീവ് ക്വാഡ്രന്റ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഇതിനകത്ത് ഉൾപ്പെട്ട് വരുന്ന ഒരു റീജിയനാണ് ഉണ്ടോ? ഈ റീജിയനെ നമുക്ക് പറയാൻ പറ്റും ഫീസിബിൾ റീജിയൻ. കാരണം എക്സും പോസിറ്റീവ് വൈയും പോസിറ്റീവ്, ഫീസിബിൾ റീജിയൻ എന്ന് പറയും. അങ്ങനെയുള്ള ആ ഫീസിബിൾ റീജിയൻ ഒരു കോൺവെക്സ് പോളിഗൺ ആയിരിക്കും. കോൺവെക്സ് പോളിഗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈൻ സെഗ്മെന്റുകളും എല്ലാം അതിനകത്ത് തന്നെ പോസിറ്റീവായിട്ട് നമുക്ക് കിട്ടുന്നതിനാണ്. അതിന് പുറത്തു പോകരുത്, അതിനകത്ത് തന്നെ വരുന്നതിനാണ് നമ്മൾ കോൺവെക്സ് പോളിഗൺ എന്ന് പറയുന്നത്. ഫോർ എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം z = ax + by ഉണ്ടോ? അങ്ങനെ ഒരു പ്രോഗ്രാമിനകത്ത് z = ax + by എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആണ്. അത് ആ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മാക്സിമൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യുന്നു. അതാണ് തിയറം പറയുന്നത് അല്ലേ? ആ ഫംഗ്ഷനെ നമ്മൾ എന്ത് ചെയ്യുന്നു? മാക്സിമൈസ് ചെയ്യുന്നു അല്ലെങ്കിൽ minimize ചെയ്യുന്നു. When z has an optimal value, we get maximum or minimum. Where the variables x and y are subject to constraints, describe the linear inequalities. This optimal value must occur at a corner points of the feasible region. ഉണ്ടോ? അപ്പോൾ ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ഇതിനകത്ത് നമ്മൾ ലീനിയർ ഇൻഇക്വാളിറ്റീസ് ആണ് നമ്മുടെ കൺസ്ട്രെയിൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഒരു ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനകത്ത് ഒരു മാക്സിമം കാണും, ഇസഡ് കാണും, ഓർ മിനിമം ഇസഡ് ഉണ്ട്. ഇതിനകത്ത് കൺസ്ട്രെയിൻസ് ഉണ്ട് ഉണ്ടോ? പ്രധാനപ്പെട്ട പോയിന്റാണ് കൺസ്ട്രെയിൻസ്. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ലീനിയർ ഇൻഇക്വാളിറ്റീസ് ആയിരിക്കും അല്ലേ? ഈ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത് എന്താണ്? ലീനിയർ ഇൻഇക്വാളിറ്റീസ് ആണ്. പിന്നെ വരുന്ന ഒരു നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻ ഉണ്ടാവും. അത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ് നോൺ നെഗറ്റിവിറ്റി റെസ്ട്രിക്ഷൻ. സോ ദിസ് ഈസ് x > or = 0, y > 0. അങ്ങനെ വരുന്ന ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനകത്തെ ഈ വെർട്ടെക്സിൽ കൂടെയാണ്, അതിനാണ് കോർണർ പോയിന്റ്സ് എന്ന് പറയും. ആ കോർണർ പോയിന്റ്സിൽ കൂടെയാണ് മാക്സിമം മിനിമം എക്സിസ്റ്റ് ചെയ്തിരുന്നത് ഉണ്ടോ? എക്സിസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ മാക്സിമം മിനിമം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ലീനിയർ ഇൻഇക്വാളിറ്റി അനുസരിച്ച് ഇൻഇക്വാളിറ്റി സോൾവ് ചെയ്ത് നമ്മൾ ഗ്രാഫ് വരച്ച് ഫസ്റ്റ് ക്വാഡ്രന്റിൽ അതിനകത്തെ ഫീസിബിൾ റീജിയനകത്തെ കോർണർ പോയിന്റ്സ് കണ്ടുപിടിച്ച് ആ കോർണർ പോയിന്റ്സ് മാക്സിമം കണ്ടുപിടിക്കാനായിട്ട് ആ കോർണർ പോയിന്റ്സ് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ ദാറ്റ് ഈസ് ആൻ മാക്സിമം ഇസഡ് ഓർ മിനിമം ഇസഡ്, ദാറ്റ് ഈസ് കോൾഡ് ആൻ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ മാക്സിമം വരുന്നതിനെ മാക്സിമം വാല്യൂ എന്നും മിനിമം വരുന്നതിനെ മിനിമം വാല്യൂ എന്നും സാധാരണ രീതിയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അതനുസരിച്ച് നോക്കുമ്പോൾ നമുക്കിവിടെ തിയറം 2 പറയുന്നത്, ലെറ്റ് ആർ ബി ദ ഫീസിബിൾ റീജിയൻ ഫോർ എ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം ആൻഡ് z = ax + by the objective function if r is bounded ഉണ്ടോ? r is bounded എന്ന് പറയുന്ന കേസാണ്.
ഇങ്ങനെയും ഇങ്ങനെയൊക്കെ ഒരു ഗ്രാഫ് വന്നു കഴിഞ്ഞാൽ അതിന് കറക്റ്റ് പീസിബിൾ റീജിയൻ വന്നിട്ടുണ്ടെങ്കിൽ കണ്ടോ ഫസ്റ്റ് ക്വാഡ്രന്റിൽ വന്നു. സോ ഒ എ ബി സി ആർ ദ കോർണർ പോയിന്റ്സ് എന്ന് വന്നു കണ്ടോ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ബൗണ്ടഡ് ആണെങ്കിൽ അതിന് ബോത്ത് എ മാക്സിമം ആൻഡ് എ മിനിമം വാല്യൂ ഓൺ ആർ ഒക്കെ സെറ്റ് എ കോർണർ പോയിന്റ് ഉണ്ടോ. അങ്ങനെ വരുന്ന കേസിൽ എപ്പോഴും മാക്സിമോ മിനിമോ ഉണ്ടായിരിക്കും. അത് ഒക്കറിങ് അറ്റ് ദ കോർണർ പോയിന്റ്സ് ഉണ്ടോ. എവിടെയായിരിക്കും? ഒക്കറിങ് അറ്റ് ദി കോർണർ പോയിന്റ്സ്. അതിൻ്റെ കോർണർ പോയിന്റ്സ് കൂടി അത് ഒക്കർ ചെയ്യുന്നുണ്ട്, യാതൊരു ഡൗട്ടും വേണ്ട, ഒക്കർ ചെയ്യുന്നുണ്ട്. ദാറ്റ് കേസ് ഈസ് കോൾഡ് ബൗണ്ടഡ് ഉണ്ടോ. അതിന് നമ്മൾ പറഞ്ഞ പേരാണ് ബൗണ്ടഡ് എന്ന് പറയും. അപ്പം നമുക്ക് അവിടെ മാക്സിമവും കിട്ടാം, മിനിമവും കിട്ടാം. ഓക്കെ, നെക്സ്റ്റ് വൺ റിമാർക്ക്. ഇതിൻ്റെ ഒരു റിമാർക്ക് പറയുന്നതാണ് ഇഫ് ആർ ഈസ് അൺബൗണ്ടഡ്. ഇപ്പം നമ്മൾ അൺബൗണ്ടഡ് എന്ന് പറഞ്ഞൊരു കേസ് പറയുന്നു അല്ലേ. അൺബൗണ്ടഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമുക്കറിയാം ഒരു ലൈൻ ഫോം ചെയ്തു, വേറൊരു ലൈനിൽ ഫസ്റ്റ് ക്വാഡ്രന്റിൽ. അൺബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഫീസിബിൾ റീജിയൻ ഇങ്ങോട്ട് മാറി വരാം കണ്ടോ, ഇങ്ങനെ വരാം കണ്ടോ. സോ ദിസ് ഈസ് അൺബൗണ്ടഡ് ഉണ്ടോ. ഇങ്ങനെ വരുന്ന കേസിൽ അൺബൗണ്ടഡ്. ഈ അൺബൗണ്ടഡ് വന്നു കഴിഞ്ഞാൽ മാക്സിമം ഡസ് നോട്ട് എക്സിസ്റ്റ് ഉണ്ടോ. അപ്പോൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മാക്സിമം അവിടെ എക്സിസ്റ്റ് ചെയ്യത്തില്ല, മാക്സിമം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ മാക്സിമം പോയിന്റും മിനിമം പോയിന്റും നമുക്ക് കാണാനായിട്ട് പറ്റത്തില്ല. ബട്ട് അവർ ഇൻ മിനിമം വാല്യൂസ് എക്സിസ്റ്റിംഗ്, അതായത് ഇതിൻ്റെ കോർണർ പോയിന്റ്സിലെ എക്സിസ്റ്റിംഗ് കണ്ടോ. നമുക്ക് എക്സ്ട്രീം പോയിന്റ്സ് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ്സ് ഇപ്പോൾ ഇത് എ ആണ്, ഇത് ബി ആണ്, ഇത് സി ആണെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ കൂടി നമുക്കതിൻ്റെ മിനിമം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പം ആർ ഈസ് അൺബൗണ്ടഡ് ദെൻ എ മാക്സിമം ഓർ എ മിനിമം വാല്യൂ ഓഫ് ദ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ മേ നോട്ട് എക്സിസ്റ്റ്. ഹൗവർ ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ഇറ്റ് മസ്റ്റ് ഓക്കർ അറ്റ് എ കോർണർ പോയിന്റ് ഓഫ് ആർ ഉണ്ടോ. അങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത് എവിടെയാണ്? കോർണർ പോയിന്റ് ഓഫ് ആറിലാണ്. സോ വി ഗെറ്റ് മിനിമം ഉണ്ടോ. അതിനകത്ത് ഏറ്റവും കുറവായിട്ടുള്ള വാല്യൂ നമുക്ക് മിനിമം കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഓർക്കുക, ഇതിനകത്ത് മെയിനായിട്ട് 2 പോയിന്റ് ആണ്, ബൗണ്ടഡ് ആൻഡ് അൺബൗണ്ടഡ് ഉണ്ടോ. മെയിനായിട്ട് 2 പോയിന്റ് വരുന്നുണ്ട്. എന്തൊക്കെയാണ്? ബൗണ്ടഡ് ആൻഡ് അൺബൗണ്ടഡ്. ബൗണ്ടഡ് മീൻസ് മാക്സിമം ആൻഡ് മിനിമം എക്സിസ്റ്റ്. അൺബൗണ്ടഡ് മീൻസ് മാക്സിമം ഡസ് നോട്ട് എക്സിസ്റ്റ് ആൻഡ് മിനിമം ഈസ് എക്സിസ്റ്റിംഗ് അറ്റ് എ കോർണർ പോയിന്റ്സ്, ദ സ്റ്റാർട്ടിംഗ് പോയിന്റ്സ്. ഓക്കെ, സോ റൈറ്റ് ദ പ്രോബ്ലം. നമുക്കൊരു പ്രോബ്ലം നോക്കാം. അതിനകത്ത് നിന്ന് വരുന്നത് മാക്സിമം മിനിമം കാണാനാണ് സാധാരണ രീതിയിൽ വരുന്നത്. ഇവിടെ ഒരു ഗ്രാഫ് നമുക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ട്. സീ ദ റീജിയൻ ഉണ്ടോ. ഒരു ഷെയ്ഡർ റീജിയൻ നമുക്ക് ഇവിടെ കറക്റ്റായിട്ട് തന്നിട്ടുണ്ട് ഉണ്ടോ. ഷെയ്ഡർ റീജിയൻ നമുക്ക് തന്നിട്ടുണ്ട്. ആ ഷെയ്ഡർ റീജിയൻ കറക്റ്റായിട്ട് ഒന്ന് നോക്കുക. അപ്പോൾ ഷെയ്ഡർ റീജിയൻ നോക്കുമ്പോൾ ഈ റീജിയൻ്റെ പ്രത്യേകത അനുസരിച്ച് ഒരു ഫീസിബിൾ റീജിയൻ ആണ്. അപ്പോൾ അതിൻ്റെ വെർട്ടക്സുകൾ തന്നിട്ടുണ്ട്. വെർട്ടക്സുകളെല്ലാം നമുക്ക് ഒ ഉണ്ട്, എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്. അപ്പം ഈ വെർട്ടക്സ് കോർണർ പോയിന്റ്സ് കൂടി മാക്സിമം അല്ലെങ്കിൽ മിനിമം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നു. സോ അങ്ങനെയെങ്കിൽ ഇതിൻ്റെ കണ്ടീഷൻ അനുസരിച്ച് ഈ ഇൻഇക്വാളിറ്റി എല്ലാം നമുക്കറിയാം ലൈന് താഴോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ബൗണ്ടഡ് ആണെങ്കിൽ ദിസ് 2 ഇൻഇക്വാളിറ്റീസ് ആർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള രീതിയിൽ നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം. ഇവിടെ കറക്റ്റ് പറയുകയാണെങ്കിൽ എക്സ് പ്ലസ് വൈ ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 20 ഉണ്ടോ. അടുത്തത് 2x പ്ലസ് വൈ 5y ഈസ് അഗൈൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 80 ഉണ്ടോ. 2x plus 5y less than or equal to 80, x plus y less than or equal to 20, and x greater than or equal to 0 and y greater than or equal to 0. So the correct answer is option C ഉണ്ടോ. 2 കൺസ്ട്രെയിൻറ്റും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. അത് അവിടെ നിന്ന് മനസ്സിലാക്കേണ്ട പോയിന്റ് ആണ്. 2 കൺസ്ട്രെയിൻറ്റും ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. സോ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഫസ്റ്റ് അല്ലേ. അത് ഓർത്ത് വെക്കണം കേട്ടോ. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. സോ ഇറ്റ് ഈസ് ബൗണ്ടഡ് ഉണ്ടോ. ബൗണ്ടഡ് ആയതുകൊണ്ടാണ് നമുക്കിത് കറക്റ്റായിട്ട് ആ രീതിയിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റിയത്. അപ്പോൾ നമ്മളിവിടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു നിങ്ങളോട്. ഏതൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞു തന്നത്? ഡിഫറൻഷിയേഷൻ അല്ലേ. ഡിഫറൻഷിയേഷൻ അതായത് ഡിഫറൻഷ്യൽ കാൽക്കുലസ് എന്ന് ഉദ്ദേശിക്കുന്ന ലിമിറ്റ്സ്, കണ്ടിന്യൂറ്റി, ഡിഫറൻഷ്യലിറ്റി പ്രധാനപ്പെട്ട എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂലെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അതോടൊപ്പം ആപ്ലിക്കേഷൻസ് ഡെറിവേറ്റീവ്സിൽ 3 കേസസ് ആണ് നമുക്കുള്ളത്. റേറ്റ് ഓഫ് ചേഞ്ച്, മാക്സിമം ആൻഡ് മിനിമ, ഇൻക്രീസ് ഡിക്രീസിങ് ഫംഗ്ഷൻ. 3 ക്വസ്റ്റ്യൻസ് നമുക്ക് ഉറപ്പായിട്ട് കീം എൻട്രൻസ് എക്സാമിന് ഉണ്ടാവും. പിന്നെ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിനകത്ത് നമുക്ക് സാധാരണ രീതിയിൽ മാക്സിമം അല്ലെങ്കിൽ മിനിമം ചോദിക്കാം. ഇതുപോലെ ഗ്രാഫൊക്കെ തന്നിട്ട് ഷെയ്ഡ് റീജിയൻ ഒക്കെ തന്നിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഏത് റീജിയൻ ആണെങ്കിൽ ഏത് ഇൻഇക്വാളിറ്റീസ് ആണ് അവിടെ വരുന്നതെന്നൊക്കെ സാധാരണ രീതിയിൽ വരുന്നതാണ്. അപ്പോൾ അതനുസരിച്ച് നന്നായിട്ട് പഠിക്കാൻ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ കീം എൻട്രൻസ് എക്സാം വളരെ എളുപ്പമായിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് എല്ലാ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക്